ചരിത്ര സംബന്ധമായ സംഭവമാണ്. ഭംഗിയാർന്ന ഏറ്റവും ഒരു മനോഹരമായ ഒരു റിക്ഷയാണ് നമ്മളെ മുമ്പിൽ നിൽക്കുന്നത്. മൃദുല് പറഞ്ഞ മഹാ അത്ഭുതം കാണാൻ പോയ ഞങ്ങളൊക്കെ നമ്മൾ റെഡ് ഫോർട്ട് കാണാൻ പോകും. റെഡ് ഫോർട്ട് അവിടെ ഉണ്ട്, കാണിച്ചാൽ നമ്മള് റെഡ് ഫോർട്ട് കാണാൻ പോണേ. അങ്ങനെ കുറച്ച് നടന്ന് ഞങ്ങൾ റെഡ് ഫോർട്ടിന്റെ ആ സൈഡിൽ ഇന്ത്യൻ ആർമിന്റെ വലിയൊരു വണ്ടി ചീഞ്ഞ് പാർക്കും. റിപ്പബ്ലിക് ഡേ സംബന്ധിച്ച് എന്തോ ഒരു പരിപാടി ഫോർട്ടിന്റെ അടുത്ത് കാര്യമായിട്ട് വാട്ടർ മെട്രോ, ചക്ക, മാങ്ങ, തേങ്ങ, കുരുമുളക്, എന്തൊക്കെ വെള്ളിമീൻ, ഓരോ സ്റ്റേറ്റിനും അതിന്റേതായ രീതിയിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് അവിടെ സ്റ്റാച്ചു ഉണ്ടാക്കി നിർമ്മിച്ചത്. ഈ പരിപാടിക്ക് മഹാത്മാഗാന്ധിയും കൂട്ടരുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഏകദേശം എല്ലാ സ്റ്റേറ്റും ഉണ്ട് അവിടെ ഉണ്ടാക്കി. പഴയകാല ചരിത്രങ്ങളൊക്കെ സ്റ്റാച്ചു ആക്കി വെച്ചിട്ടുണ്ട്. യുദ്ധവിമാനം, മിസൈല്, റോക്കറ്റ് അതൊക്കെ ഉണ്ടാക്കി. കാട്ടിനുള്ളിൽ രാജാക്കന്മാരില്ലെങ്കിൽ മോശമല്ല ഓലോട്. പിന്നെ എന്തൊക്കെ കലാപരിപാടികൾ, സ്റ്റേജിൽ എന്തോ നൃത്തം കളിക്കുന്ന എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട് അവിടെ. എന്താ സെറ്റപ്പ്. ഒരു പറ്റും യുവാക്കൾ ആ സ്റ്റാളിൽ ഡാൻസ് കളിക്കണ്ടില്ലേ. എന്താ എല്ലാ സ്റ്റേറ്റിലെയും തനത് രുചി അറിയാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാള് മൊത്തം ഉണ്ടാവും. ഇതൊന്നും എപ്പോഴും ഉണ്ടാവില്ല, നമുക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടിയത്. പക്ഷേ ഈ കോട്ട അവിടെ ഉണ്ടാവും കേട്ടോ. ചരിത്രപരമായിട്ടുള്ള ഒരു ഇന്ത്യൻ നിർമ്മിതിയാണ്. അപ്പോ പണ്ടത്തെ രാജാക്കന്മാരുണ്ടാക്കിയ ഈ ഒരു സാധനം ഇതിന്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ ചെങ്കോട്ട. ആ വലിയൊരു ഗേറ്റിനുള്ളിൽ അതിൻ്റെ ഉള്ളിൽ മണ്ടി പഞ്ഞ് കയറി. ആ സൈഡിൽ എന്തൊക്കെ ദോരങ്ങളൊക്കെ കാണും. എന്താ ജയിലാ തോന്നുന്നു. പഴമക്കാരെ ഓരോ നിർമ്മിതികളിലെ ദിസ് ഈസ് ദ റെഡ് ഫോർട്ട്. യു നോ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കൈലാസ്? ചരിത്ര സംബന്ധമായ സംഭവമാണ്. ചരിത്ര സംബന്ധമായിട്ടില്ല, നമ്മൾ ഇന്ത്യയിലുള്ള സുരക്ഷയ്ക്ക് വേണ്ടി കോട്ടുണ്ടാക്കിയ ഭംഗിയാർന്ന ഏറ്റവും മനോഹരം. എന്തുകൊണ്ടാണ് ഇത് ചുവപ്പ് കളർ ആയതെന്നാണ് സെലിൽ എന്നോട് ചോദിച്ചത്. നമ്മൾ നേരെ നോക്കുമ്പോൾ പച്ചയാണോ കാണുന്നത്? അല്ല, ചുവപ്പാണ്. അപ്പോൾ ഇതിനൊരു പേരിട്ടു. എന്ത്? റെഡ് ഫോർട്ട്, ചുവപ്പ്. ജംഷാദ് കാര്യമായിട്ട് എന്തോ തള്ളി. ഈ വലിയൊരു കോട്ട ഉണ്ടാക്കിയവർക്ക് നമുക്ക് ഒരു കുതിരപ്പം കൊടുക്കാം. അതിന് മാത്രം പുറത്തൊക്കെ ചുമരാണെങ്കിൽ ഉള്ളിലൊക്കെ വെള്ള കളറാണ് കാണപ്പെടുന്നത്. എന്തു രസമല്ല ഓരോ കെട്ടിടങ്ങളും നിർമ്മിതങ്ങളൊക്കെ. ചുമരിലൊക്കെ എന്തൊക്കെ കൊത്തി വെച്ചിരിക്കുന്നു. പിന്നെ ചില്ലിനുള്ളിലാക്കി എന്തൊക്കെ ഒരു പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നേരിട്ട് കാണുന്ന ഇവിടെ തന്നെ മണ്ടി പാഞ്ഞു പോരുന്നു. വീട്ടിലിരുന്ന കാണൂല. അള്ള വെച്ച് അടങ്ങാറായിട്ട് അറിയില്ല. മൃദുലൊക്കെ തൊള്ളേക്ക് കൗത്തി. അവിടുന്ന് ഫുഡ് കഴിച്ച് റാഹത്തുമിന് വർക്കത്താക്കി ഞങ്ങൾ അടുത്ത സ്പോട്ടിക്ക് വിട്ട്. ഡൽഹി ജുമാ മസ്ജിദ്. എന്തൊരു മനോഹരമായ പള്ളിയാണ് ഇത്. കണ്ടമാന ജനങ്ങൾ വസിക്കുന്നുണ്ട് ഇവിടെ. എത്ര ജനങ്ങൾ അവിടെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായിട്ടുള്ള മസ്ജിദാണ് നമ്മളുടെ ജുമാ മസ്ജിദ്. അവിടെ നമ്മളുടെ സെലീലിന്റെ ഒപ്പം ജംഷാദും കൈലാസ്. നമ്മളുടെ ഇന്നത്തെ മൂന്നാമത്തെ സ്പോട്ട് ജുമാ മസ്ജിദ്. അതും കണ്ട് റാത്താക്കി കണ്ട് ആസ്വദിച്ച് കണ്ട് ഞങ്ങൾ അവിടുന്ന് വീണ്ടും ചെരുപ്പ് കൈമലേ പിടിക്കാം. വിട്ട് ചവിട്ടാൻ പാടില്ല. പള്ളിയല്ല. കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ പുറത്തുള്ള കച്ചവടം. അവിടുന്ന് കുറച്ച് പർച്ചേസിംഗ് മണ്ടി പാഞ്ഞ് പോകുന്നു ഞങ്ങൾ.